ഹായ് ഭുവന കളക്ഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു പീറ്റർ പാൻ കോളർ നെക്കിൽ വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതിന് വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഫ്രില്ല് വന്നിട്ടുണ്ട്. ഇത് എക്സൽ വരെയുള്ള സൈസുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബാക്കിൽ ടൈ ചെയ്യാനൊരു ബെൽറ്റ് ഉണ്ട്. അത് വെച്ച് ടൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നിന്നോളും. കൈ കുറച്ച് ലൂസ് ഉണ്ട്, അതൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതിയാവും. നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളൊരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇനി ഉള്ളത് ഇതിന് 2 കളറുണ്ട്. ഒന്ന് ഇതേ ഈ വയലറ്റ് കളറാണ്, ഇതും അതേ ഇതിൽ വന്നിട്ടുള്ളതാണ്. 45 ഇറക്കാണ് വരുന്നത്. മറ്റൊരു കളറുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഇതിന് കോളറിലേക്ക് കൂടെ ചെറുതായിട്ടൊന്ന് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതതിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അടുത്തത് കാണിക്കുന്നത് ഈ ഒരു നൈറ്റിയാണ്. ഇതിന് നെക്കിന് ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് അതിന് താഴെ കൂടെ ഫ്രില്ല് വരുന്ന ഒരു നൈറ്റിയാണ്. ഇത് നല്ല കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. എക്സൽ സൈസാണ്. കൈ കുറച്ച് ലൂസ് ഉണ്ടാവും. മീഡിയം ലാർജ് വരെ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയോ വേണ്ടു. ഇതിന് ബാക്കിൽ ടൈ ചെയ്ത് കൊടുക്കാൻ ഒരു ബെൽറ്റ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നിന്നോളും. ഇത് 45 ഇഞ്ച് ഇറക്കത്തിലാണ് ഈ ഫ്രോക്ക് നൈറ്റി വന്നിട്ടുള്ളത്. ഇത് വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് വേറൊരു പാറ്റേണിലൊരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതൊരു ഒലീവ് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നെക്കിനും ചെസ്റ്റിനും ലേസ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ ഫ്രില്ല് വന്നിട്ടുള്ള ഒരു നല്ല മോഡൽ ഫ്രോക്ക് നൈറ്റി തന്നെയാണ് ഇതും എക്സൽ സൈസ് തന്നെയാണ് വരുന്നത്. കൈ കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയോ വേണ്ടു. ബാക്കിൽ കെട്ടാൻ ബെൽറ്റ് ഉണ്ട്. ഇതിന് 45 ഇഞ്ച് ഇറക്കത്തിലാണ് ഈ ഫ്രോക്ക് നൈറ്റിയും വന്നിട്ടുള്ളത്. ഇതൊന്ന് ബാക്കിലൊന്ന് ജസ്റ്റ് ടൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നിന്നോളും. ഇതും വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി.